അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുضില്ല ലഹു വമൻ യുض്ലിൽഹു ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد بعثنا في كل أمة رسولا أن يعبدوا الله واجتنبوا الطاغوت فمنهم من هدى الله ومنهم من حقت عليه الضلالة فسيروا في الأرض فانظروا كيف كان عاقبة المكذبين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. ആദ്യമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നലെയാണല്ലോ നമ്മുടെ രാജ്യം അതിൻ്റെ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. ഇന്ത്യയടക്കമുള്ള വിവിധ രാജ്യങ്ങളിൽ നടന്ന വൈദേശികാധിപത്യത്തിനെതിരെയുള്ള സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിലെ ഇസ്ലാമികമായ പ്രചോദനം എന്തായിരുന്നു എന്ന് വിശദീകരിക്കാനാണ് ഇന്നത്തെ ഖുതുബ പ്രയോജനപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ആധുനിക ഫലസ്തീൻ്റെയും അതുപോലെ ബംഗ്ലാദേശിൻ്റെയും എല്ലാം വർത്തമാനം നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ മുൻനിർത്തിക്കൊണ്ട് പഠിക്കുവാനും വിശകലനം ചെയ്യുവാനും നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. ഫലസ്തീനിൽ നിന്നും അതുപോലെ ബംഗ്ലാദേശിൽ നിന്നുമെല്ലാം വരുന്ന അത്യാധുനികമായ വാർത്തകൾ നമുക്ക് നൽകുന്ന പാഠങ്ങളും മുന്നറിയിപ്പുകളും എന്തെല്ലാമാണെന്ന് ഖുർആന്റെ വെളിച്ചത്തിൽ വിശകലനം ചെയ്യുവാൻ വേണ്ടി കൂടി നമ്മൾ ഈ ഖുതുബ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു പറയാനും കേൾക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ചും വിശ്വാസപരമായ അഖീദാപരമായിട്ടുള്ള ഒരാവശ്യമായിരുന്നു. ഇംഗ്ലീഷുകാരുടെ ആധിപത്യത്തെ ഒരുതരം വിധേയത്വമായിട്ടാണ് അവരെ കണ്ടത്. അനിവാര്യമായും വിമോചനവും സ്വാതന്ത്ര്യവും ആവശ്യമായിട്ടുള്ള വിധേയത്വം, അത്തരമൊരു വിധേയത്വം ഉണ്ടാവാൻ പാടില്ല. അത്തരമൊരു അടിമത്വം ഉണ്ടാവാൻ പാടില്ല. ആ കൊളോണിയലിസത്തിൽ നിന്നുള്ള സമ്പൂർണമായിട്ടുള്ള വിമോചനം, രാജ്യം സ്വായത്തമാക്കണം, അത് ആദർശപരമായിട്ടുള്ള ഒരു അനിവാര്യതയായിട്ട് വിശ്വാസികൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അല്ലാഹു അല്ലാതെ മറ്റാരുടെയും സർവതന്ത്ര സ്വതന്ത്രമായിട്ടുള്ള പരമാധികാരം തൗഹീദിന്റെ വെളിച്ചത്തിൽ അംഗീകരിക്കുവാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് കൊളോണിയലിസത്തെ ഉൾക്കൊള്ളാതിരിക്കാനുള്ള, സാമ്രാജ്യത്വത്തെ, വൈദേശിക ഭരണത്തെ ഉൾക്കൊള്ളാതിരിക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് സാമ്രാജ്യത്വ വിരുദ്ധ പ്രക്ഷോഭങ്ങളിലേക്ക് വിശ്വാസി സമൂഹത്തെ വിശേഷിച്ചും നയിച്ചത്, മുസ്ലിങ്ങളെ നയിച്ചത് തികഞ്ഞ തൗഹീദി ബോധമായിരുന്നു എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കുമെന്നുള്ളതാണ്. എല്ലാത്തരം വിധേയത്വങ്ങളിൽ നിന്നും മനുഷ്യനെ വിമോചിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം കീഴ്പ്പെടുന്നവരാക്കിയവരെ മാറ്റുക എന്നതായിരുന്നു മുഴുവൻ പ്രവാചകന്മാരുടെയും പ്രബോധനത്തിൻ്റെ രത്നച്ചുരുക്കമായിട്ട് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹു പറയാണ്, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലൻ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. എല്ലാ സമൂഹങ്ങളിലും നാം ദൈവദൂതന്മാർ
ദൈവദൂതന്മാരെ നിശ്ചയമായും എല്ലാ സമൂഹങ്ങളിലും നാം ദൈവദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അനിഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം വിധേയപ്പെട്ട് അവനെ മാത്രം വണങ്ങി അവനെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവദൂതന്മാർ സകല സമൂഹങ്ങളിലും ആഗതമായി വജ്തനിബുത് ത്വാഗൂത്ത്, പ്രവാചകന്മാരുടെ പ്രബോധനം അല്ലാഹുവിനെ മാത്രം വിധേയപ്പെടുക എന്നതിൽ അവസാനിച്ചില്ല. മറിച്ച് അവർ പറഞ്ഞു വജ്തനിബുത് ത്വാഗൂത്ത്, നിങ്ങൾ സകല ദൈവേതര ശക്തികളെയും വർജിക്കുക. അതായിരുന്നു പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ രത്നച്ചുരുക്കമെന്ന് വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അങ്ങനെ പ്രവാചകന്മാരെ പ്രബോധനം ചെയ്തപ്പോ ഫമിൻഹും മൻ ഹദല്ലാഹു വമിൻഹും മൻ ഹഖ്ഖത് അലൈഹി ദ്വലാല, അല്ലാഹുവിന്റെ സന്മാർഗം പ്രാപിച്ചവർ ആളുകളിൽ ഉണ്ടായി. ആ പ്രവാചകന്മാരുടെ പ്രബോധനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ സന്മാർഗം പ്രാപിച്ചവർ ആളുകളിൽ ഉണ്ടായി. വമിൻഹും മൻ ഹഖ്ഖത് അലൈഹി ദ്വലാല, ദുർമാർഗത്തിൽ സ്ഥിരപ്പെട്ടു പോയ ആളുകളിലുണ്ടായി. രണ്ടു കൂട്ടരുമുണ്ടായി. പ്രവാചകന്മാരുടെ പ്രബോധനത്തെ ഉൾക്കൊണ്ട ആളുകളും ആ പ്രവാചകന്മാരുടെ പ്രബോധനത്തെ തിരസ്കരിച്ച ആളുകളും ഉണ്ടായി. പക്ഷേ രണ്ട് കൂട്ടർക്കും ഒരേ പരിണിതിയായിരുന്നില്ലെന്ന് പറയാണ്. ഫസീറൂ ഫിൽ അർളി ഫൻളുറൂ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക, എന്തായിരുന്നു വ്യാജന്മാരുടെ പരിണിതിയെന്ന്, പ്രവാചകന്മാരെ തിരസ്കരിച്ചവരുടെ പരിണിതി എന്തായിരുന്നുവെന്ന് നിങ്ങൾ ചരിത്രത്തിൽ നിന്ന് നിരീക്ഷിക്കുക, പഠിക്കുക എന്നാണ് ഖുർആൻ പറയുന്നത്. സഹോദരങ്ങളെ, പ്രവാചകന്മാരെ പറഞ്ഞത് അല്ലാഹുവിനെ മാത്രം വഴിപ്പെട്ട് അല്ലാഹുവിനെ മാത്രം കീഴ്വണങ്ങി അവനെ മാത്രം വിധേയപ്പെട്ടുകൊണ്ട് അവനെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുക, ദൈവേതരമായ സകല ശക്തികളെയും വർജിക്കുക. ആ ആഹ്വാനത്തിൽ എല്ലാത്തരം വിമോചനവുമുണ്ട്. ആ ആഹ്വാനത്തിൽ എല്ലാത്തരം സ്വാതന്ത്ര്യ ആശയങ്ങളും ഉള്ളടക്കങ്ങളുമുണ്ട് എന്നുള്ളതാണ്. കാണാനും കേൾക്കാനും ഉപകാരോപദ്രവങ്ങൾ ചെയ്യാനും കഴിയാത്ത വിഗ്രഹങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും, അതല്ലെങ്കിൽ ആളുകൾ പ്രാർത്ഥിക്കുന്ന മഖബറകളിൽ നിന്നും, അതല്ലെങ്കിൽ ഔലിയാക്കളിൽ നിന്നും മാത്രമല്ല പ്രവാചകന്മാർ മനുഷ്യരെ വിമോചിപ്പിച്ചത്, അതല്ലെങ്കിൽ അവർക്കുള്ള ആരാധനകളും പ്രാർത്ഥനകളും നിർവഹിക്കുന്നതിൽ നിന്ന് മാത്രമല്ല പ്രവാചകന്മാർ മനുഷ്യരെ വിമോചിപ്പിച്ചത്, മറിച്ച് മനുഷ്യരൂപം പൂണ്ട അക്രമികളിൽ നിന്നും മേഘാധിപതികളിൽ നിന്നും അവരെ മനുഷ്യരെ വിമോചിപ്പിച്ചു എന്നുള്ളതാണ്. ക്രൂരനായ നമ്രൂദിൽ നിന്നും ഇറാഖി ജനതയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏർപ്പെട്ടുവെങ്കിൽ മനുഷ്യ കശാപ്പുകാരനായ ഫറോവയിൽ നിന്നും ഈജിപ്ഷ്യരെ വിശേഷിച്ചും ഇസ്രായേലിനെ വിമോചിപ്പിക്കുകയായിരുന്നു പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം നിർവഹിച്ചത്. എല്ലാം തൗഹീദിന്റെ അടിത്തറയിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വിശുദ്ധമായ ആശയത്തിന്റെ അടിത്തറയിൽ, അനിഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത് എന്ന് പറയുന്ന ആഹ്വാനത്തിന്റെ അടിത്തറയിൽ അവർ നിർവഹിച്ച കാര്യങ്ങളാണ്. നമ്രൂദിൽ നിന്ന് ഇറാഖി ജനതയെ വിമോചിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങളിൽ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏർപ്പെട്ടതും, അതേപോലെ തന്നെ ഫറോവയുടെ കശാപ്പിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിമോചിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങളിൽ മഹാനായ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം ഏർപ്പെട്ടതുമെല്ലാം തൗഹീദിന്റെ അനിവാര്യമായ താല്പര്യമായിരുന്നു. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. മഹാനായ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാമയും ഹാറൂൻ നബി അലൈഹിസ്സലാമയും ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുന്നത് അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന ആശയവുമായിട്ടാണ്. പക്ഷെ അത് മാത്രമല്ല പറഞ്ഞത്, ഫറോവയുടെ അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞു, ഇന്നാ റസൂലാ റബ്ബിക ഫഅർസിൽ മഅനാ ബനി ഇസ്രായീല വലാ തുഅദ്ദിബുഹും, നിശ്ചയം ഞങ്ങൾ നിന്റെ രക്ഷിതാവിൻ്റെ നിന്റെ നാഥന്റെ ദൂതന്മാരാണ്, ഇസ്രായേൽ മക്കളെ ഞങ്ങളുടെ കൂടെ അയക്കണം, ഇസ്രായേൽ മക്കളെ പീഡിപ്പിക്കാൻ പാടില്ല, അവരിൽ അടിമത്വത്തിന്റെ നുഖങ്ങൾ കെട്ടിയേൽപ്പിക്കാൻ പാടില്ല, അവരിൽ അധീശത്വം അടിച്ചേൽപ്പിക്കാൻ പാടില്ല, അവർക്ക് വിമോചനം നൽകണം, അവരെ ഞങ്ങളുടെ കൂടെ അയക്കണം, അവരെ നീ ശിക്ഷിക്കാൻ പാടില്ല, മർദ്ദിക്കാൻ പാടില്ല, പീഡിപ്പിക്കാൻ പാടില്ല. മഹാനായ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം ഈ ആഹ്വാനം നടത്തിയത്, ഇസ്രായേലരുടെ വിമോചന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഈ മഹത്തായ തൗഹീദി ദർശനത്തിന്റെ അടിത്തറയിലായിരുന്നു. അതൊക്കെ തൗഹീദിന്റെ അനിവാര്യമായ താല്പര്യമായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ദൗത്യങ്ങളും അപ്രകാരം തന്നെയാണ്. ആ ദൗത്യങ്ങളിലൊന്നും മനുഷ്യരുടെ വിമോചനം എന്നുള്ളതായിരുന്നു. അള്ളാഹുവിനെ മാത്രം ആരാധന നിർവഹിക്കുന്ന ഒരു ജനസമൂഹമാക്കി സമൂഹത്തെ മാറ്റുക എന്നതോടൊപ്പം തന്നെ മനുഷ്യർക്ക് അവരുടെ ബന്ധനങ്ങളിൽ നിന്ന്, അവരുടെ ചങ്ങലക്കെട്ടുകൾ അവരിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് അവർക്ക് മോചനം നൽകുക, അവർക്ക് സ്വാതന്ത്ര്യം നൽകുക എന്ന് പറയുന്ന മഹത്തായ ദൗത്യം കൂടി മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകൻ നിർവഹിച്ചിരുന്നു. അതാണ് ഖുർആൻ പറഞ്ഞത്, വയദഅ
അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലത്തി കാനത് അലൈഹിം, അവരിൽ വിരിഞ്ഞു മുറുക്കപ്പെട്ടിട്ടുള്ള ചെങ്ങലകളിൽ, ബന്ധനങ്ങളിൽ അവർക്ക് അത് കഴിച്ചു വെക്കുക, അതിൽ നിന്നൊക്കെ അവർക്ക് മോചനം നൽകുക, സ്വാതന്ത്ര്യം നൽകുക. അവരെ വിരിഞ്ഞു മുറുക്കിയിട്ടുള്ള ചങ്ങലക്കെട്ടുകൾ അവരിൽ നിന്ന് ഇറക്കി വെക്കാൻ വേണ്ടി കൂടിയാണ് ഈ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയുക്തനായതെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, മുഴുവൻ പ്രവാചകന്മാരുടെയും ദൗത്യത്തിന്റെ ഉള്ളടക്കത്തിൽ സ്വാതന്ത്ര്യം അതല്ലെങ്കിൽ വിമോചനം എന്ന ആശയം വരുന്നുണ്ട്. ഏകനായ അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാനില്ലാത്ത സ്വാതന്ത്ര്യത്തിന്റെ ഭൂമികയിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ക്ഷണിച്ചപ്പോഴാണ് അധീശത്വത്തിന്റെ നോവുകൾ പേറുന്ന ബിലാലും അമ്മാറും യാസിറും സുമയ്യയുമെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ അണിനിരന്നത്. അവർക്ക് നഷ്ടപ്പെട്ടത് അബൂജഹലും മുഅ്തബത്തും ശൈബത്തും വലീദും വിരിഞ്ഞു മുറുക്കിയിട്ടുള്ള ചെങ്ങലക്കെട്ടുകളും അവർ നേടിയെടുത്തത് അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന മനസ്സും ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗവുമായിരുന്നു എന്നുള്ളതാണ്. പ്രവാചകന്മാരുടെ ആഹ്വാനങ്ങളിൽ മുഴുവൻ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയം വരുന്നുണ്ട് എന്നാണ് സഹോദരങ്ങളെ നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. പ്രവാചകന്മാർക്ക് ശേഷം ആ പ്രവാചകന്മാരുടെ വഴിയിൽ സഞ്ചരിച്ച മഹത്തുക്കൾ മുഴുവൻ ഈ തൗഹീദിൻ്റെ ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അതിൽ മനുഷ്യ വിമോചനം, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്ന ആശയം അതിൽ കടന്നു വന്നു എന്നുള്ളതാണ്. അതിലുണ്ട് അതിൻ്റെ ഉള്ളടക്കമായി മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഗവർണറുടെ ഭാഗത്ത് നീതി നിർവഹണത്തിൽ ചെറിയൊരു വീഴ്ച സംഭവിച്ചു എന്ന് തോന്നിയപ്പോൾ ഉടൻ അദ്ദേഹത്തെ ശാസിച്ചുകൊണ്ട് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നടത്തിയ പ്രസ്താവന ചരിത്രത്തിന്റെ തങ്കലിപികളിൽ രേഖപ്പെട്ട് കിടക്കുന്നതാണ്. മതാ അബ്ബത്തുമുന്നാസ് ഫഖദ് വലദത്തുഹും ഉമ്മുഹും മഹ്റാറാ. എപ്പോഴാണ് മനുഷ്യരെ നിങ്ങൾ അടിമകളാക്കി വെക്കാൻ തുടങ്ങിയത്? മനുഷ്യർ അല്ലാഹുവിൻ്റെ മാത്രം അടിമകളാണ്. അവരുടെ ഉടമസ്ഥൻ പടച്ച റബ്ബ് മാത്രമാണ്. ആ റബ്ബിന്റെ ആധിപത്യം, ആ റബ്ബിന്റെ സർവതന്ത്ര സ്വതന്ത്രമായ അധികാര വ്യവസ്ഥിതിയിലാണ് അവർ ജീവിക്കേണ്ടത്. എന്നാണ് മനുഷ്യരെ നിങ്ങൾ അടിമകളാക്കി വെക്കാൻ തുടങ്ങിയത്. അവരുടെ മാതാക്കൾ അവരെ സ്വതന്ത്രരായി പ്രസവിച്ചു എന്നിരിക്കെ അവരടിമകളാക്കി വെക്കാൻ ആർക്കാണ് അധികാരമെന്ന് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, തൗഹീദിന്റെ പ്രബോധനത്തിലൂടെ പ്രവാചകന്മാർക്കും മുൻഗാമികൾക്കും സാധ്യമായത് പറഞ്ഞു വന്നതുപോലെ മനുഷ്യന്റെ വിമോചനവും അവന്റെ സ്വാതന്ത്ര്യവും എന്ന വലിയൊരാശയം കൂടിയായിരുന്നു. അതുകൊണ്ട് പ്രവാചകന്മാർ നിർവഹിച്ച വിമോചന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിരുന്നു. ഇന്ത്യയിലടക്കം കൊളോണിയലിസത്തിനെതിരെ, അത് ബ്രിട്ടീഷുകാർക്കെതിരെ മാത്രമല്ല, പോർച്ചുഗീസുകാർക്കെതിരെയും ഡച്ചുകാർക്കെതിരെയും ഏതൊക്കെ വൈദേശിക ശക്തികൾ ഇവിടെ വന്നിട്ടുണ്ടോ ആ വൈദേശിക ശക്തികൾക്കെതിരെ വിശ്വാസി സമൂഹം വിശേഷിച്ചും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രചോദനം തൗഹീദായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൂടെ സാധ്യമായത് മനുഷ്യർക്ക് സ്വാതന്ത്ര്യമാണെങ്കിൽ ആ പ്രവാചകന്മാരെ മുന്നോട്ട് വെച്ച തൗഹീദിൻ്റെ ആശയത്തിലൂടെ ഭൂമിയിൽ സാധ്യമായത് വിമോചനമാണെങ്കിൽ, സ്വാതന്ത്ര്യമാണെങ്കിൽ, പരലോകത്ത് സാധ്യമായത് സ്വർഗമായിരുന്നു. സഹോദരങ്ങളെ, സഹോദരിമാരെ, ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാ ആളുകളും നമ്മുടെ നാടിൻ്റെ അടക്കമുള്ള സ്വാതന്ത്ര്യ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു സംശയവുമില്ല. മഹാത്മാഗാന്ധിയുടെ ഇടതും വലതും വശങ്ങളിൽ മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും, അങ്ങനെ ഗാന്ധിജിയും അലി സഹോദരന്മാരും നേതൃത്വം കൊടുക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭൂമിക എന്ന് പറയുന്നത് അത് വളരെ മനോഹരമായിരുന്നു. അങ്ങനെ ബഹുസ്വരമായ അടിത്തറയിലായിരുന്നു ലോകത്തുടനീളം സ്വാതന്ത്ര്യ സമരം നടന്നത് എന്നത് ശരിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും പങ്കാളിത്തമുള്ളതുപോലെ ഉള്ള ഒരു പങ്കാളിത്തമായിരുന്നില്ല മുസ്ലിങ്ങളുടെ പങ്കാളിത്തം എന്ന് പറയുന്നത്. ലോകത്ത് നടന്ന സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങളെ എടുത്ത് പരിശോധിച്ചാൽ മുസ്ലിം പണ്ഡിതന്മാരുടെ കാര്യമായ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. അലിജ ഇസ്സത്ത് ബെഗോവിച്ചിനെ പോലെ ചിന്തകന്മാർ നിരീക്ഷിക്കുന്നത് ലോകത്ത് നടന്ന സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിൽ 4/3 മുസ്ലിം പണ്ഡിതന്മാരുടെ ഉലമാഇന്റെയും ഉമറാഇന്റെയും നേതൃത്വത്തിൽ നടന്നതായിരുന്നു. 4/3 മുസ്ലിം പണ്ഡിതന്മാരായിരുന്നു അതിന് നായകത്വം നൽകിയത് എന്ന് ഇസ്സത്ത് ബെഗോവിച്ച് പറയാണ്. സഹോദരങ്ങളെ, ലിബിയയിലെ ഇറ്റാലിയൻ അധിനിവേശത്തിനെതിരെ ഉമർ അൽ മുഖ്താറും അതുപോലെ അൾജീരിയയിലെ ഫ്രഞ്ച് അധിനിവേശത്തിനെതിരെ അബ്ദുൽ ഖാദർ അൽ ജസായിരിയും നടത്തിയ ചെറുത്തുനിൽപ്പുകൾ ചരിത്രത്തിന്റെ തങ്കലിപികളിൽ രേഖപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മുടെ കേരളക്കരയിലേക്ക് അടക്കം വരുമ്പോൾ സഹോദരങ്ങളെ, മലയാള മണ്ണിലേക്ക് ഇവിടേക്ക് വരുമ്പോഴും സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത് കേരളപ്പിറവിക്ക് ശേഷമാണ് കേരളക്കര എന്ന പ്രയോഗം ഉണ്ടാവുന്നത്. പക്ഷേ മലയാള മണ്ണിൽ
മലൈബാറിൽ വിശേഷിച്ചും നമുക്കൊക്കെ അറിയാവുന്നത് പോലെ മുസ്ലിം പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഉമർ ഖാലിയെപ്പോലെ, അതുപോലെ മമ്പുറം തങ്ങളെപ്പോലെ, അതുപോലുള്ള വലിയ വലിയ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ വലിയ സ്വാതന്ത്ര്യ സമര ആഹ്വാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ കൃതികൾ അവർ രചിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് പ്രചോദനം നൽകുന്ന രീതിയിലുള്ള കൃതികൾ അവർ രചിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, അത് എന്ന് തുടങ്ങിയെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്നത്, ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 തുടങ്ങിയതെങ്കിൽ മുസ്ലിം പക്ഷത്തു നിന്നുള്ള സാമ്രാജ്യത്വത്തിനെതിരെയുള്ള പ്രതിരോധം അന്ന് തുടങ്ങിയതല്ല, അധിനിവേശം എന്നുണ്ടായോ അന്ന് ആരംഭിച്ചു എന്നുള്ളതാണ്. 1782 തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പുകൾ മഹാനായ ടിപ്പു സുൽത്താനെ പോലുള്ളവരുടെ നേതൃത്വത്തിൽ രാജ്യത്തിൻ്റെ മുക്കുമൂലകളിൽ ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പും വേറെ ഒരുപാട് ആളുകൾ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്, സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. 1700-കളുടെ അവസാനത്തിൽ തന്നെ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾക്ക്, സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ പുതിയ തലമുറ ടിപ്പുവിനെയൊക്കെ മറന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത്. ആരായിരുന്നു ടിപ്പു എന്ന് കൃത്യമായും തലമുറകൾക്ക് നാം മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇരുമ്പ് കവചമുള്ള റോക്കറ്റുകൾ ലോകത്ത് ആദ്യമായി ഉപയോഗിച്ചത് ടിപ്പുവാണ്. അത്യാധുനികമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അന്നത്തെ കാലത്ത് വികസിച്ചിട്ടുള്ള ഏറ്റവും പുരോഗമനപരമായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ പ്രതിരോധിക്കുവാൻ ടിപ്പുവിന് സാധ്യമായിരുന്നു എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാർ ഈ റോക്കറ്റുകൾ ഇന്നും അവരുടെ മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാരാ പറഞ്ഞത്? ബഹിരാകാശ ശാസ്ത്രജ്ഞനും അതുപോലെ നമ്മുടെ മുൻ പ്രസിഡന്റുമായിരുന്ന APJ അബ്ദുൽ കലാം പറയാണ്, ബ്രിട്ടീഷുകാർ ആ റോക്കറ്റുകൾ ഇന്നും അവരുടെ മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. APJ അബ്ദുൽ കലാം പറഞ്ഞ വേറൊരു വർത്തമാനമുണ്ട്. അദ്ദേഹം പറഞ്ഞു, നാസയിലേക്ക് പരീക്ഷണാർത്ഥം താൻ കടന്നു ചെന്നപ്പോൾ അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാർ അവരുടെ സ്വീകരണ മുറിയിൽ മൈസൂർ കടുവയുടെ എന്ന് പറഞ്ഞാൽ ടിപ്പുവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നുവെന്ന്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, അന്നത്തെ കാലത്ത് പറഞ്ഞതുപോലെ വികസിച്ചിട്ടുള്ള, പുരോഗതിപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സാമ്രാജ്യത്വത്തെ പ്രതിരോധിക്കുവാൻ ടിപ്പുവിന് സാധ്യമായി. അങ്ങനെയാണ് അദ്ദേഹം സെപ്റ്റംബർ യുദ്ധത്തിലും ശ്രീരംഗപട്ടണം യുദ്ധത്തിലുമെല്ലാം ബ്രിട്ടീഷുകാരെ മുട്ടുകുത്തിച്ചത്, പരാജയപ്പെടുത്തിയത്. അവസാനം ടിപ്പുവിനെ ചതിയിലൂടെ അവരെ കൊന്നു. ടിപ്പുവിൻ്റെ ചരിത്രം പറയുന്നത് ടിപ്പു മാത്രമല്ല സാമ്രാജ്യത്വത്തെ പ്രതിരോധിച്ചത്. അങ്ങനെ ബോധ്യമുണ്ടായത് കൊണ്ടല്ല നമ്മളിത് പറയുന്നത്. എന്ന് വൈദേശിക ശക്തികൾ, കൊളോണിയൽ ശക്തികൾ നമ്മുടെ രാജ്യം കീഴടക്കിയോ അന്ന് തൊട്ട് ഇസ്ലാമിക ഉമ്മത്തിൻ്റെ ശക്തമായ പ്രതിരോധം ആരംഭിച്ചിരുന്നു, സാമ്രാജ്യത്വത്തിനെതിരെയുള്ള പ്രതിരോധം ആരംഭിച്ചിരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ചരിത്രം നമ്മൾ പഠിക്കണം സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കണം. വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, വർഗീയതയുടെ കണ്ണട വെച്ച് ചരിത്ര രചന നടത്തുന്ന പലരും ടിപ്പുവിനെ പോലുള്ള സ്വാതന്ത്ര്യ സമര പോരാളികളെ പരമത വിദ്വേഷികളാക്കി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നതാണ് നാം കാണുന്നത്. വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥാവിശേഷമാണ്. ചരിത്രകാരനായ KN പണിക്കർ ടിപ്പുവിൻ്റെ കോട്ടയ്ക്കുള്ളിൽ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ടിപ്പു സഹിഷ്ണുതയുള്ള മനുഷ്യൻ തന്നെയായിരുന്നു. ധാരാളം ഉദാഹരണങ്ങൾ, മറ്റുള്ള മതവിഭാഗങ്ങൾ അദ്ദേഹം സ്നേഹിച്ചതിൻ്റെയും അദ്ദേഹം ഉൾക്കൊണ്ടതിൻ്റെയും ധാരാളം ഉദാഹരണങ്ങൾ ചരിത്രകാരന്മാരെ, ശരിയായ വിശകലനം നടത്തുന്ന ചരിത്രകാരന്മാരെ പറയുന്നുണ്ട്. ശൃംഗേരി മഠം പുനർനിർമ്മിക്കാൻ സാമ്പത്തിക സഹായം നൽകിയത് ടിപ്പുവായിരുന്നു. ടിപ്പുവിൻ്റെ ഭരണത്തിലെ പ്രധാനമന്ത്രിയും ധനമന്ത്രിയുമെല്ലാം ഹൈന്ദവ സഹോദരങ്ങളായിരുന്നു. തെറ്റിദ്ധരിപ്പിക്കൽ സമൂഹത്തിൽ ധാരാളം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കലുകളെ തിരുത്തുവാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. തിരുത്തി കൊടുക്കണം. ചരിത്രത്തെ മാത്രമല്ല തെറ്റിദ്ധരിപ്പിക്കുന്നത്, വർത്തമാനകാല സംഭവങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ബംഗ്ലാദേശിൽ നടക്കുന്ന പുതിയ സംഭവ വികാസങ്ങൾ കൂടുതൽ വിശകലനം ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. ഏകാധിപതിയായ ഭരണാധികാരി ഷെയ്ഖ് ഹസീന വാജിദിനെതിരെ നടന്ന ജനകീയ പ്രക്ഷോഭമാണ് ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടത്. വിദ്യാർത്ഥികളിൽ നിന്ന് തുടങ്ങി ഒരു ബഹുജന പ്രക്ഷോഭമായിട്ടത് വികസിക്കുകയായിരുന്നു. ആരായിരുന്നു ഷെയ്ഖ് ഹസീന വാജിദ്? വലിയ ഏകാധിപതി. ചരിത്രം ഒരുപാട് ഏകാധിപതികളെ, ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന, ജനാധിപത്യത്തെ കടലാസിൽ ഒതുക്കുന്ന ഒരുപാട് ആളുകളെ ചരിത്രം കണ്ടിട്ടുണ്ട്. അത്തരക്കാരുടെ ഗണത്തിലാണ് നമുക്ക് ഷെയ്ഖ് ഹസീന വാജിദിനെ എണ്ണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്.
ഒരുപാട് പണ്ഡിതന്മാരെ കൊന്നു. വിയോജിക്കുന്ന ആളുകളെ കൊന്നുകളയുന്ന രീതിയായിരുന്നു. ഷഹീദ് അബ്ദുൽ ഖാദർ മുല്ലയടക്കമുള്ള, ഷഹീദ് അലി ഹസൻ മുജാഹിദ് അടക്കമുള്ള ധാരാളം പണ്ഡിതന്മാരവരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പുകൾ ആ രാജ്യത്ത് അസാധ്യമാക്കി. എങ്ങനെ തെരഞ്ഞെടുപ്പ് സാധ്യമാവും? സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് സാധ്യമാവാത്ത അവസ്ഥ വരാൻ കാരണം പ്രതിപക്ഷ നേതാക്കളെയെല്ലാം തെരഞ്ഞെടുപ്പ് കാലമാവുമ്പോൾ അവർ ജയിലിലടക്കും എന്നുള്ളതാണ്. അങ്ങനെ അവരുടെ ഏകാധിപത്യം ഒരുപാട് കാലം ബംഗ്ലാദേശിൽ മുന്നേറി എന്നുള്ളതാണ്. ജനങ്ങളെ തൊഴിലില്ലായ്മ കൊണ്ടും വിലക്കയറ്റം കൊണ്ടും പൊറുതിമുട്ടി. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ജോലികളിൽ 56% സംവരണം എന്ന ആശയവുമായിട്ട് കൂടി അവർ വരുന്നത്. ജനങ്ങളുടെ മുകളിൽ അവർ കെട്ടിയേൽപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു ബാധ്യതയായിരുന്നു അത്. 56% സംവരണം, അതിൽ 30%വും സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെന്ന വ്യാജേന, സ്വതന്ത്ര ബംഗ്ലാദേശിന് വേണ്ടി പൊരുതിയവർ എന്ന വ്യാജേന അവാമി ലീഗുകാരുടെ മക്കൾക്കും പേരമക്കൾക്കുമായി. അതോടുകൂടി ജനങ്ങൾ ഈ സ്വജനപക്ഷപാതപരമായ ഏകാധിപത്യപരമായ ഭരണ സംവിധാനത്തിനെതിരെ തെരുവിലിറങ്ങി എന്നുള്ളതാണ്. ജനങ്ങൾ തെരുവിലിറങ്ങുകയും അവസാനം നമ്മൾ കണ്ടതുപോലെ ഷെയ്ഖ് ഹസീന വാജിദിന് നമ്മുടെ ഇന്ത്യയിലേക്ക് നാടുവിടേണ്ടുന്ന ഒരവസ്ഥ വിശേഷവും സാഹചര്യവും സംജാതമാവുകയും ചെയ്തു. ഏകാധിപതികളായ ഭരണാധികാരികൾക്ക് മുഴുവനും അതിൽ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല സാമൂഹിക മാറ്റത്തിൻ്റെ രീതി. അത്തരം മാറ്റങ്ങളെയല്ല നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. മനപരിവർത്തനത്തിലൂടെ സമൂഹത്തിൽ ഉണ്ടാവേണ്ടുന്ന മാറ്റങ്ങളാണ്. അതേ അവസരം തന്നെ ജനങ്ങളുടെ സഹനശേഷിക്കും ഒരു പരിധിയുണ്ടെന്ന് ബംഗ്ലാദേശ് ലോകത്തോട് പറയുകയാണ്. അറബ് വസന്തത്തിൽ നമ്മൾ കണ്ടതുപോലെ എല്ലാത്തരം ആശയധാരകളും ഏകാധിപത്യത്തിനെതിരെ ഒരുമിച്ചാണ് ഇപ്പോഴത്തെ താൽക്കാലികമായിട്ടുള്ള ഉപദേശക സമിതി അതല്ലെങ്കിൽ ഭരണ സംവിധാനം നിലവിൽ വന്നിരിക്കുന്നത്. എല്ലാത്തരം ആളുകളും അതിലുണ്ട്. അതിൽ ലിബറലിസ്റ്റുകളുണ്ട്, ഇസ്ലാമിസ്റ്റുകളുണ്ട്, ദൈവവിശ്വാസമുള്ള ആളുകളുണ്ട്, യാഥാസ്ഥികരായിട്ടുള്ള തീവ്ര പാരമ്പര്യ കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. അങ്ങനെ വിവിധതരം പ്രത്യയശാസ്ത്രങ്ങളുടെ വിവിധതരം ചിന്താഗതികളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് എന്ന് ഏകാധിപത്യത്തിനെതിരെയുള്ള താൽക്കാലിക സംവിധാനം നിലനിൽക്കുന്നത് എന്ന് നമ്മൾ കാണണം. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അവാമി ലീഗ് അനുകൂലികളായ ഹിന്ദു ബുദ്ധമത ന്യൂനപക്ഷങ്ങൾക്കും അവരുടെ സ്ഥാപനങ്ങൾക്കും നേരെ വലിയ ആക്രമണങ്ങൾ ബംഗ്ലാദേശിൽ നടക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഹൈന്ദവർക്കും ബുദ്ധമതക്കാർക്കും എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ ആക്രമണങ്ങൾ നടക്കുന്നു എന്നുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നു. വാർത്തകൾ എന്ന് തന്നെ പറയണം. എന്ന് പറഞ്ഞാൽ പ്രചരിപ്പിക്കുന്ന പലതിലും ശരിയില്ല എന്നുള്ളതാണ്. മിക്കതും ശരിയല്ല, 90% ശരിയല്ല എന്നുള്ളതാണ്. ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ അവരുടെ ഏകാധിപത്യത്തിനെതിരെയായിരുന്നു. പുതിയ താൽക്കാലിക സംവിധാനത്തിൻ്റെ കൂടെയാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ, ഇസ്ലാമിസ്റ്റുകൾ പുതിയ സംവിധാനത്തിൻ്റെ കൂടെയായതുകൊണ്ട് ഇസ്ലാമിനോടുള്ള വെറുപ്പും വിദ്വേഷവും ഇസ്ലാം ഭീതിയും ഇസ്ലാമോഫോബിയും താൽക്കാലിക സംവിധാനത്തെ മുൻധാരണയോടുകൂടി സമീപിക്കുവാനും അതിൽ ബഹുസ്വരതയില്ല, ഹൈന്ദവരെയും ബുദ്ധമതക്കാരെയുമെല്ലാം വേട്ടയാടുകയാണ് എന്ന രീതിയിലുള്ള വികലമായിട്ടുള്ള തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുവാനും അത് കാരണമായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സഹോദരങ്ങളെ. അതുകൊണ്ട് തെറ്റായ പ്രചരണങ്ങളിൽ നമ്മൾ അകപ്പെടാൻ പാടില്ലെന്ന് മാത്രമല്ല, സമൂഹത്തിൻ്റെ മുമ്പിൽ അത് തിരുത്തി കൊടുക്കണം. നമ്മൾ അറിയാതെ പോകരുത്. ഒരുപാട് മാധ്യമങ്ങൾ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ്. അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ടിവിയുടെ ബംഗാളി ഭാഷയിലുള്ള ബംഗ്ലാ ചാനലാണ് വ്യാജ പ്രചരണങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. വ്യാജ വീഡിയോകൾ നിറഞ്ഞ ഡോക്യുമെൻ്ററികൾ ധാരാളമായിട്ട് അവരെങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അൽ ജസൂർ ജില്ലയിലെ ഒരു സൂഫി ദർഗയെ ആരോ കയ്യേറ്റം ചെയ്തു. അതൊരു ഹൈന്ദവ ക്ഷേത്രത്തെ തകർക്കുന്നതായിട്ട് ചിത്രീകരിച്ചു. ഒരു സൂഫി ദർഗയും കയ്യേറ്റം ചെയ്യുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. കാരണം എല്ലാ പരിവർത്തനങ്ങളും മാനസികമായിട്ടാണ് വരേണ്ടത്. വിധ്വംസക പ്രവർത്തനങ്ങൾ, ഇടിച്ചു പൊളിച്ച് തകർക്കുന്ന പ്രവണതയോടും സമീപനത്തോടുമൊന്നും നമുക്ക് യോജിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു ദർഗയെ കയ്യേറ്റം ചെയ്യുന്നത്, അതൊരു അമ്പലത്തെ, ഒരു ക്ഷേത്രത്തെ കയ്യേറ്റം ചെയ്യുന്നതായിട്ട് തെറ്റായിട്ട് പ്രചരിപ്പിക്കുകയും ഹൈന്ദവർക്കെതിരെ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന കയ്യേറ്റമായിട്ട് അതിനെ വികലമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ആ രീതിയിൽ വ്യാജ വാർത്തകൾ
വാർത്തകൾ ധാരാളമായിട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് BBC വെരിഫൈ നടത്തിയ അന്വേഷണത്തിൽ, എന്ന് പറഞ്ഞാൽ ഫാക്ട് വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി, യാഥാർത്ഥ്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി ഏതൊക്കെ ഏജൻസികൾ അന്വേഷണം നടത്തിയോ അവർ നടത്തിയ അന്വേഷണങ്ങളിലെല്ലാം ധാരാളം വ്യാജ വാർത്തകൾ ബംഗ്ലാദേശിൽ നിന്ന് പ്രചരിപ്പിക്കുന്നു, അതല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരം വ്യാജ വാർത്തകൾ നമ്മുടെ നാട്ടിലെ സംഘപരിവാർ പ്രൊഫൈലുകളും സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള യൂട്യൂബ് ചാനലുകളും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അതേ അവസരം തന്നെ പറഞ്ഞതുപോലെ 90% വ്യാജ വാർത്തകളാണെങ്കിൽ 10% ശരിയുടെ അംശങ്ങളുമുണ്ട് എന്നുള്ളതാണ്. അത് നമ്മളും തിരിച്ചറിയണം. സാമൂഹിക വിരുദ്ധരായ ചില വർഗീയ ശക്തികൾ കലക്കുവെള്ളത്തിൽ മീൻ പിടിച്ചതിൻ്റെ ഫലമായി ചില ഒറ്റപ്പെട്ട ആക്രമങ്ങൾ ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ നിലനിൽക്കുന്ന താൽക്കാലിക സംവിധാനം അതിനെല്ലാം എതിരെന്ന മാത്രമല്ല, അത്തരം കാര്യങ്ങൾ, അത്തരം അക്രമങ്ങൾ ആരൊക്കെ ആരോടൊക്കെ ചെയ്തിട്ടുണ്ടോ അത്തരം അക്രമികളെ മുഴുവൻ പിടികൂടുമെന്നാണ് താൽക്കാലിക സംവിധാനവും ഉപദേശക സമിതിയുമെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, നിലവിലുള്ള സംവിധാനത്തിൻ്റെ മുഖ്യ ഉപദേഷ്ടാവായിട്ടുള്ള മുഹമ്മദ് യൂനുസിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്. അദ്ദേഹം പറയാണ്, നിങ്ങളുടെ രാജ്യത്തെ നയിക്കാൻ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുവെങ്കിൽ ആളുകൾക്ക്, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള എല്ലാ അക്രമങ്ങളും അവസാനിപ്പിക്കുക എന്നതാണ് ആദ്യപടി. അതില്ലെങ്കിൽ എൻ്റെ ശ്രമങ്ങൾ വ്യർത്ഥമാണ്, ഞാൻ മാറി നിൽക്കുന്നതാണ് നല്ലത്. സഹോദരങ്ങളെ, മുഹമ്മദ് യൂനുസ് പറയാൻ അങ്ങനെയില്ല. മതന്യൂനപക്ഷങ്ങൾ ഒരു രാജ്യത്തും വേട്ടയാടപ്പെടാൻ പാടില്ല. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടാൻ പാടില്ല, ക്രൈസ്തവർ വേട്ടയാടപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന അതേ ഗൗരവത്തിൽ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഹൈന്ദവ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അത് ഇസ്ലാമിക പ്രചോദകമായിട്ട് നമ്മൾ പറയുന്ന വർത്തമാനമാണ്. ഇസ്ലാമാണ് നമ്മളെ അങ്ങനെ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഖതല ദിമ്മിയൻ ഔ മുആഹിദൻ ലം യജിദ് റായിഹത്തൽ ജന്ന. ആരെങ്കിലും മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടിക്കഴിഞ്ഞാൽ അയാൾക്ക് സ്വർഗത്തിൻ്റെ മണം പോലും ലഭിക്കില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറിയേണ്ടത്, തെറ്റായ വാർത്തകൾ ധാരാളമായി പ്രചരിപ്പിക്കുന്നു. അതിൻ്റെ അടിത്തറയിൽ ഒരു പൊതുബോധം രൂപപ്പെടുന്നു എന്നുള്ളതാണ്. അത്തരം ഒരു പൊതുബോധത്തെ, ഇസ്ലാം ഭീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു പൊതുബോധത്തിന് ശക്തി പകരുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരുടെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇസ്ലാം ഭീതി ഇവിടെ നിലനിൽക്കുന്ന ഒരു സംഗതി തന്നെയാണ്. അതിന് കൂടുതൽ കരുത്തു പകരുവാൻ വ്യാജ വാർത്തകൾ ഉപകരിക്കുമെന്നവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ വസ്തുതകൾ ഇന്നതാണ്, റിയൽ ഇന്നതാണ്, ഫാക്ട് ഇന്നതാണ് എന്ന് സമൂഹത്തോട് പറയാനുള്ള ബാധ്യത നമുക്കുണ്ട്, വിശ്വാസികൾക്കുണ്ട്, മുഴുവൻ മനുഷ്യർക്കുമുണ്ട്. അതാണ് ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ. സത്യവിശ്വാസികളെ, ഒരധർമ്മി ഒരു വാർത്തയുമായിട്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ അത് അപ്പടി വിഴുങ്ങാതെ ഫതബയ്യനൂ, നിങ്ങളത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ അപകടമാണ്. അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. ഒരു ജനതയെ വിവരക്കേട് കൊണ്ട് നിങ്ങൾ അപകടത്തിൽപ്പെടുത്തും. ഒരു ജനതയെ അജ്ഞത കൊണ്ട് നിങ്ങൾ ആപത്തിൽപ്പെടുത്തിയേക്കാം. ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. അവസാനം നിങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ തന്നെ ഖേദിക്കുന്ന സാഹചര്യമുണ്ടാവും. സഹോദരങ്ങളെ, സഹോദരിമാരെ, 3 കാര്യങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഗൗരവത്തിൽ നിർവഹിക്കാനുള്ളത്. ഒന്ന്, സ്വാതന്ത്ര്യ സമര ചരിത്രമടക്കം വികലമാക്കുമ്പോൾ നമുക്കറിയാവുന്ന പോലെ ടിപ്പുവിൻ്റെ അടക്കമുള്ള, അതുപോലെ വാര്യങ്കുന്നൻ്റെ അടക്കമുള്ള ചരിത്രത്തെ വികലമാക്കുമ്പോൾ ശരിയായ ചരിത്രം എന്താണെന്ന് തലമുറകളെ പഠിപ്പിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. 2 വാർത്തകളെ വളച്ചൊടിക്കുമ്പോൾ ശരിയായ വിവരങ്ങൾ മാന്യമായ രീതിയിൽ സമൂഹത്തിൽ എത്തിക്കുക എന്നതാണ് രണ്ടാമത്തെ നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്. 3ാമത്തെ ദൗത്യം, തമസ്കരിക്കപ്പെടുന്ന ചില വാർത്തകളുണ്ട്. ആ വാർത്തകൾ തുറന്നു പറഞ്ഞുകൊണ്ട് ലോക മനസാക്ഷിയുടെ മുമ്പിൽ ആരാണ് മാനവികതയുടെ യഥാർത്ഥ ശത്രുക്കൾ എന്ന് തുറന്നു കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ 3ാമത്തെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ഗസയിൽ നിന്ന് വിശേഷിച്ചും കരളളിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പല വാർത്തകളും സമൂഹത്തിലേക്ക് വേണ്ടതുപോലെ എത്തുന്നില്ല. പക്ഷേ അതെത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. യഥാർത്ഥത്തിൽ എന്താണ് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ലോകത്തെ മനസാക്ഷിയുള്ള മുഴുവൻ മനുഷ്യരെയും അറിയിക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഗസയിൽ ഇസ്രയേൽ വംശഹത്യ അരങ്ങേറിക്കൊണ്ടിരിക്കെ ഗർഭം ധരിക്കുകയും കഴിഞ്ഞ ദിവസം ഇരട്ട കുഞ്ഞുങ്ങൾ ജനിക്കുകയും ചെയ്ത ദമ്പതികളുടെ വാർത്ത
യഥാർത്ഥത്തിൽ അത് മുഴുവൻ മനുഷ്യരെയും ഏറെ വേദനിപ്പിക്കുന്ന, ആഴത്തിൽ വേദനിപ്പിക്കുന്ന കാര്യമാണ്. എന്താ സംഭവിച്ചത്? ഒറ്റ പ്രസവത്തിൽ 2 ആൺകുട്ടികളെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു ആ രക്ഷിതാവ്, ആ പിതാവ്. ആ മനുഷ്യൻ്റെ പേര് മുഹമ്മദ് ഖുസ്മാൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ജുമാന. മുഹമ്മദ് ഖുസ്മാൻ, ജുമാന ദമ്പതികൾക്ക് ഇരട്ടക്കുട്ടികൾ പിറന്നു. അവർ ഇരട്ടക്കുട്ടികൾക്ക് പേരിട്ടത് അസീർ, ഐസൽ എന്നായിരുന്നു. അങ്ങനെ പിഞ്ചോമനകളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ, ജനന സർട്ടിഫിക്കറ്റ് തയ്യാറാക്കാനായി സർക്കാർ ഓഫീസിൽ പോയതായിരുന്നു മുഹമ്മദ് ഖുസ്മാൻ. പക്ഷേ ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തിയ മുഹമ്മദ് ഖുസ്മാൻ കണ്ട കാഴ്ച ഹൃദയം ഭേദിക്കുന്ന കാഴ്ചയായിരുന്നു. എന്താ അദ്ദേഹം കണ്ടത്? ഇരുവരുടെയും സർട്ടിഫിക്കറ്റുമായിട്ട് തിരിച്ചെത്തിയപ്പോൾ ചേതനയറ്റ കുഞ്ഞുങ്ങളുടെയും സഹധർമ്മിണിയുടെയും ഭാര്യാമാതാവിൻ്റെയും മൃതദേഹങ്ങളാണ് അദ്ദേഹത്തെ കാത്തു നിന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, പിഞ്ചോമനകളുടെ സർട്ടിഫിക്കറ്റുമായി വന്നപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മയ്യത്ത് ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു മനുഷ്യൻ്റെ ദുരവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ആ മനുഷ്യൻ്റെ വേദന നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതാണ് ക്ഷമ എന്ന് പറയുന്നത്. ക്ഷമ അനിവാര്യമായിട്ടുള്ള പരീക്ഷണം എന്ന് പറയുന്നത്. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. വലനബലുവന്നകും, നിശ്ചയം നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാഹു പറയാണ്, ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, വിശപ്പ് കൊണ്ട്, ഭയം കൊണ്ട്, വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, കായ്ക്കനികളും സമ്പത്തും ശരീരങ്ങളുമൊക്കെ നിങ്ങൾക്ക് ചുരുങ്ങിക്കൊണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മക്കൾ കൊച്ചു കുഞ്ഞുങ്ങളാണ് മരണപ്പെടുന്നത്. ജനിച്ച കുഞ്ഞുങ്ങൾ ജനിച്ച സന്തോഷത്തിൽ ആ പിതാവ് ആഹ്ലാദത്തോടുകൂടി അവരുടെ ജനന സർട്ടിഫിക്കറ്റ് തയ്യാറാക്കാൻ ഓഫീസിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. ഇങ്ങനെ ഹൃദയഭേദകമായ എത്രയോ സംഭവങ്ങളാണ് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു ആ രക്ഷിതാവിന് ക്ഷമ പ്രദാനം ചെയ്യുമാറാവട്ടെ. ധൈര്യവും സ്ഥൈര്യവും സബറും ഇസ്തിഖാമത്തും ഈമാനും അല്ലാഹു തആല വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഇത്തരം സംഭവങ്ങളൊന്നും സമൂഹത്തിൽ ചർച്ചയാവുന്നില്ല. എന്നാൽ ബംഗ്ലാദേശിനെ പറ്റി വ്യാജ വാർത്തകളും ഫേക്ക് വീഡിയോകളും ഡോക്യുമെന്ററികളും പ്രചരിപ്പിക്കുകയാണ് വലിയൊരു സമൂഹം. സഹോദരങ്ങളെ, മനസാക്ഷിയില്ലാത്ത ഇസ്രയേലിന്റെ ചെയ്തികളെ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة. നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയി, പാറ പോലെ കടുത്തുപോയി എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. പാറ പോലെ കടുത്തത് കൊണ്ടാണ് ഇസ്രയേലിന് ഈ വംശഹത്യകളും ഈ ക്രൂരതകളും പരിധിയില്ലാത്ത രീതിയിൽ നിർവഹിക്കുവാൻ സാധിക്കുന്ന. സഹോദരങ്ങളെ, കഠിനമായ ഹൃദയമായി മാറിയിരിക്കുന്നു. ആ ഫലസ്തീൻ മക്കൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന വേദനകളും അക്രമങ്ങളും ഇസ്രയേലിൻ്റെ ക്രൂരതകളുമൊന്നും ലോകത്തെ ചർച്ചയാവാതെ വരുമ്പോഴും വ്യാജ വാർത്തകൾ ഒരുപാട് നിർമ്മിക്കപ്പെടുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആഘോഷിക്കുകയും സ്മരിക്കുകയും ചെയ്യുന്ന നമുക്ക് ലഭിച്ച സൗകര്യങ്ങളിൽ അഭിരമിക്കാതിരിക്കുക, അതോടൊപ്പം തന്നെ റബ്ബിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ലയൻ ശകർതും ലഅസീദന്നകും വലയൻ കഫർതും മിൻ അദാബി ലശദീദ്. അല്ലാഹു പറയാണ്, നിങ്ങൾ അല്ലാഹുവിന് നന്ദി പ്രകാശിപ്പിക്കുകയാണെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ഇനിയും നൽകും. നിങ്ങൾ നന്ദി കേട് കാണിച്ചാലോ അല്ലാഹുവിൻ്റെ ശിക്ഷ കഠിനമാണ്, കഠോരമാണ്. ഇസ്രായേൽ നടത്തുന്ന അക്രമങ്ങൾ പലരും മൂടിവെക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ബാധ്യത വിശ്വാസികളുടെ മാത്രം ബാധ്യതയല്ല, നമ്മുടെ മനുഷ്യത്വപരമായ ബാധ്യത എന്ന് പറയുന്നത് ഫലസ്തീൻ മക്കളുടെ വേദനകൾ ലോകത്തോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഈ ബാധ്യത മുറപ്രകാരം നിർവഹിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ റബ്ബ് തആല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ബംഗ്ലാദേശിലും ഫലസ്തീനിലുമെല്ലാം ശരിയായ സമാധാനം പുനഃസ്ഥാപിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ
മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ പ്രീതിയിലും അവൻ്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അള്ളാഹു തആല വിശാലമാക്കി തരുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അർശിൻ്റെ രാജസിംഹാസനത്തിൻ്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിൻ്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം സുദ്ദീഖരോടൊപ്പം ശുഹദാക്കളോടൊപ്പം സാലിഹീങ്ങളോടൊപ്പം ഭാര്യ സന്താനങ്ങളോടൊപ്പം മക്കളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും, നമ്മോട് ബന്ധപ്പെട്ടവരെയും മുഴുവൻ ആളുകളെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും, കടങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു തആല നമ്മുടെ പിരടികളെ മോചിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു ഫലസ്തീനിലും ബംഗ്ലാദേശിലും അല്ലാഹു ശരിയായ നിർഭയത്വവും സമാധാനവും പുനഃസ്ഥാപിക്കുമാറാവട്ടെ. അല്ലാഹു ബൈത്തുൽ മഖ്ദിസിന് സമ്പൂർണ്ണമായ മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ അർദ അൻ അബീ ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസ്വഹാബിയത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.